എല്ലാവർക്കും നമസ്കാരം. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഒരു സുപ്രധാന വിധി വന്നിരിക്കുന്നു. കൊച്ചിയിലെ CMRL എന്ന സ്ഥാപനം, അതിൻ്റെ ഉദ്യോഗസ്ഥർ, ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ അവരുടെ അന്വേഷണത്തിനെതിരെ നൽകിയിരുന്ന റിട്ട് അപ്പീലാണ് ഹൈക്കോടതിയുടെ 2 അംഗ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റെ വിധിയാണിത്. ഈ വിധിയുടെ സംക്ഷിപ്ത രൂപം പറഞ്ഞു കഴിഞ്ഞാൽ, CMRLനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടരാം, അതിന് യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ CMRL മാത്രമല്ല ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള കേസ് അന്വേഷണത്തിന് ഒരു തരത്തിലുള്ള സ്റ്റേയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം CMRLും വീണ വിജയനും അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയും നേരിടണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആത്യന്തികമായിട്ട് സത്യവും നീതിയും പുലരുക എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഏതൊരു അന്വേഷണത്തിൻ്റെയും നീതി നിർവഹണ സംവിധാനത്തിൻ്റെയും ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരുന്നു ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി CMRL കോടതിയിൽ വാദിച്ചത്, കോടതി എന്താണ് മറുപടി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ആദ്യം തന്നെ ഈ കേസിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ കഥ തുടങ്ങുന്നത് 2019-ലാണ്. ഇൻകം ടാക്സ് വകുപ്പ് CMRL കമ്പനിയിലും അവരുടെ മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, അവരുടെ CFO KS സുരേഷ് കുമാർ, ഈ ആൾക്കാരുടെ വീടുകളിലും റെയ്ഡ് നടത്തി. ഏതാണ്ട് 133 കോടി രൂപയുടെ വ്യാജമായിട്ടുള്ള എക്സ്പെൻസ് കാണിച്ചുകൊണ്ട് അക്കൗണ്ട് ചെയ്യപ്പെടാത്ത പണം സൃഷ്ടിച്ച് അവർ രാഷ്ട്രീയക്കാർക്ക്, മീഡിയ ഹൗസുകൾക്ക്, പൊതുപ്രവർത്തകർക്ക്, ആരാധനാലയങ്ങൾക്ക് ഒക്കെ അനധികൃതമായിട്ടുള്ള പേയ്മെൻറ്റുകൾ നൽകി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതുകൂടാതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി വീണ തൈക്കണ്ടിയിലിൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് 1.25 കോടി രൂപയോളം യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു പേയ്മെൻ്റായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും അന്ന് അവർ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് CMRL ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് കമ്മീഷനെ സമീപിക്കുന്നു. അങ്ങനെ 2023-ൽ ഈ സെറ്റിൽമെൻറ്റ് നടക്കുന്നു. തങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന തെറ്റുകളൊക്കെ തന്നെ അവർ അംഗീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ പിഴയൊടുക്കേണ്ടത് അതെല്ലാം തന്നെ CMRL ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ IT ആക്ട് പ്രകാരമുള്ള പ്രോസിക്യൂഷനിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നു, ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. എന്നാൽ 2023 സെപ്റ്റംബർ മാസത്തിൽ അന്നത്തെ ജനപക്ഷത്തിൻ്റെ അംഗമായിരുന്ന ഇപ്പോഴത്തെ BJP അംഗമായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ ഇതിൽ കോർപ്പറേറ്റ് ഫ്രോഡ് ഉണ്ട് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം പിന്നീട് SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിക്കുന്നു. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലെ നിക്ഷേപകരുടെ താല്പര്യത്തിനും അതിലെ വലിയൊരു ഇൻവെസ്റ്ററായിട്ടുള്ള KSIDCയുടെ താല്പര്യത്തിനും വിരുദ്ധമായിട്ട് പണം തട്ടിയെടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഷോൺ ജോർജിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം അതിൻ്റെ സെക്ഷൻ 447 പ്രകാരമുള്ള കോർപ്പറേറ്റ് ഫ്രോഡ് കേസ് ഇതിൽ നിലനിൽക്കുന്നതാണ് എന്നുള്ളതായിരുന്നു ഷോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. SFIO ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ നടത്തുന്നു. എന്നാൽ അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ ഡൽഹി കോടതി സ്റ്റേ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ 2024 മാർച്ചിൽ ED ഈ കാര്യത്തിൽ ഒരു ECIR രജിസ്റ്റർ ചെയ്യുന്നു. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. ഏപ്രിൽ മാസത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരായിട്ടുള്ള NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള, സുരേഷ് കുമാർ, ശശിധരൻ കർത്ത എന്നീ ആൾക്കാർക്ക് സെക്ഷൻ 50 പ്രകാരം ഇവർ സമൻസ് അയക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേ ഈ വിഷയത്തിലുണ്ടാകുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. അതിനെ തുടർന്നാണ് CMRLും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ മകൾ താമസിക്കുന്ന സ്ഥലത്തും EDയുടെ റെയ്ഡുകൾ നടന്നത്. അതിനെ തുടർന്ന് ആ കേസ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. EDയുടെ അന്വേഷണത്തിന് ഒരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നോക്കേണ്ടത് ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി CMRL എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് അഥവാ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ FIR രജിസ്റ്റർ ചെയ്യാതെ ECIR രജിസ്റ്റർ ചെയ്യാനായിട്ട് EDക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സമൻസുകളൊക്കെ തന്നെ അസാധുവായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രയർ. ഇനി അവർ പറഞ്ഞിരുന്നത് IT സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PMLA പ്രകാരമാണ് എങ്കിലും, അതായത് മണി ലോണ്ടറിംഗ് പ്രകാരമാണ് എങ്കിലും തുടർ നടപടികളൊന്നും തന്നെ സാധുതയില്ലാത്തതാണ്. കാരണം ഓൾറെഡി അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ വാദിച്ചത്. എന്നാൽ ED പറഞ്ഞത് ECIR എന്നത് അവരുടെ ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് മാത്രമാണ്. അത് FIR പോലെ പരിഗണിക്കേണ്ടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത് ക്വാഷ് ചെയ്യാനായിട്ട് കോടതിക്ക് ആവശ്യപ്പെടാനായിട്ട് കഴിയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ഈ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്ക് നൽകേണ്ടതായിട്ടുള്ള ഒരു ലീഗൽ റിക്വയർമെൻറ്റും ഇല്ല എന്നാണ് ED ബോധിപ്പിച്ചത്.
തന്നെയുമല്ല PMLA-യിൽ ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ ആക്ഷൻ എടുക്കുന്നതിനും അതിൻ്റെ അന്വേഷണത്തിനും ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നില്ല എന്നുകൂടി ED വാദിച്ചു. ഇത് കൂടാതെ EDയുടെ സുശക്തമായിട്ടുള്ള മറ്റൊരു വാദം ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി ലഭിച്ചിരിക്കുന്നത് ടാക്സിൻ്റെ വിഷയത്തിൽ മാത്രമാണ്, അതല്ലാതെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട PMLA വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും ബാധകമല്ല, അത് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു EDയുടെ വാദം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി 2022-23 കാലയളവിൽ വിധി പറഞ്ഞ വിജയ് മദൻലാൽ ചൗധരി കേസിനെയാണ് ഇവിടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പറയുന്നതിന് വേണ്ടി അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇതാണ്. ഒന്നാമത് ECIR എന്നത് ഒരു ആഭ്യന്തരമായിട്ടുള്ള ED ഡോക്യുമെൻ്റ് മാത്രമാണ്, അത് FIRന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ക്വാഷ് ചെയ്യാനായിട്ട് കോടതിക്ക് ആവശ്യപ്പെടേണ്ടതില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്ക് നൽകണം എന്നുള്ള വാദവും നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ സെക്ഷൻ 50 പ്രകാരം CMRലിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സമൻസ് റദ്ദാക്കണം എന്നുള്ള വാദവും നിലനിൽക്കുന്നതല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തുന്നത്. കാരണം ഇത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിന് FIR ഇല്ല എങ്കിൽ പോലും EDക്ക് ഈ വിഷയങ്ങളിൽ അന്വേഷണം ആരംഭിക്കാം. ക്രിമിനൽ പ്രോസിക്യൂഷന് മാത്രമേ FIR ആവശ്യമുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് സിവിൽ നടപടികൾ മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സമൻസ് ഇഷ്യൂ ചെയ്യാം, ആൾക്കാരെ ചോദ്യം ചെയ്യാം, റെയ്ഡ് നടത്താം, അതേപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് നടത്തുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അതെല്ലാം സിവിൽ നടപടിക്രമങ്ങൾ മാത്രമാണ് എന്ന് കോടതി പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സിവിൽ അന്വേഷണം നടത്തുന്നതിന് EDക്ക് FIR രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമില്ല. മറിച്ച് ക്രിമിനൽ പ്രോസിക്യൂഷന് മുൻപായിട്ട് FIR ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇതിലുള്ള നിയമം. ഇനി ഇതിലെ സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇൻകം ടാക്സ് വകുപ്പിന് മുമ്പിൽ സെറ്റിൽമെൻറ്റ് നടത്തിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇമ്മ്യൂണിറ്റി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് മാത്രമാണ്. 245H എന്ന് പറയുന്ന സെക്ഷനിലെ രണ്ടാമത്തെ പ്രൊവിസോ പ്രകാരം IT ആക്ടിനും വെൽത്ത് ടാക്സിനും മാത്രമായിട്ടാണ് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുക. അല്ലാതെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് PMLA വകുപ്പിൽ ഇതുകൊണ്ട് എക്സംഷനൊന്നും കിട്ടില്ല, അതിന് ഇമ്മ്യൂണിറ്റി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ED ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ അത് നേരിടുക എന്നുള്ളത് മാത്രമാണ് CMRലിന് മുന്നിലുള്ള വഴി. ഇതേപോലെ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്സർവേഷൻ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരുടെ KSIDCയുടെ ഒക്കെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ കൂടി താല്പര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഫണ്ട് ഡൈവേർഷൻ ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡാണ് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീതിപൂർവമായിട്ട് സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ വിധി എന്നത് ഈ റിട്ട് അപ്പീൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ED സമൻസുകൾ നിലനിൽക്കുന്നുണ്ട്. EDയുടെ അന്വേഷണം തുടരാം, ഒരു തരത്തിലുള്ള വിലക്കുമില്ല. വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരു ഘട്ടത്തിലും ഇതിൽ വിലക്കുണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞിരുന്ന സമയത്ത് തന്നെ അത് എല്ലാവർക്കും ബാധകമായിരുന്നു. ഒപ്പം ഇതിന്മേലുള്ള CMRലിൻ്റെ അപ്പീൽ പരിഗണിക്കുന്ന സമയത്ത് ഡിവിഷൻ ബെഞ്ച് 2 ദിവസത്തേക്ക് ഈ നടപടികളെല്ലാം തന്നെ CMRലിനെതിരെ തുടരാൻ പാടില്ല എന്ന നിലയ്ക്ക് മാത്രമാണ് EDയോട് പറഞ്ഞിരുന്നത്. ആ ഘട്ടത്തിലും കോടതിയെ സമീപിച്ചിട്ടില്ലായിരുന്ന വീണ തൈക്കണ്ടിയിലിനോ എക്സാലോജിക്കിനോ എതിരായിട്ടുള്ള അന്വേഷണം തുടരുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല എന്ന് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. CMRലിനെതിരെയോ എക്സാലോജിക്കിനെതിരെയോ വീണ തൈക്കണ്ടിയിലിനെതിരെയോ EDയുടെ അന്വേഷണം പൂർണ്ണമായ അർത്ഥത്തിൽ തുടരാവുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ഈ വിധി CMRലിന് കിട്ടിയിരിക്കുന്ന കനത്ത പ്രഹരമാണ്. അവർ ഈ അന്വേഷണത്തിനെ പല തരത്തിലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം കൂടി തങ്ങൾക്ക് കിട്ടണം എന്നിവർ ഹൈക്കോടതിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് പരിഗണിക്കാനും ഹൈക്കോടതി തയ്യാറായിട്ടില്ല. അവരൊരുപക്ഷേ സുപ്രീം കോടതിയിൽ പോകുമായിരിക്കാം, പക്ഷേ നിലവിൽ ഈ EDയുടെ അന്വേഷണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ വിധി സൂചിപ്പിക്കുന്നത് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ള കോടതിയുടെ ബോധ്യമാണ്. ആദ്യഘട്ട അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടാനായിട്ട് കോടതി തയ്യാറാകുന്നില്ല. ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് EDയുടെ ഉത്തരവാദിത്തമാണ്. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഇതിൽ എതിർകക്ഷികളായിട്ടുള്ള ആൾക്കാരുടെയും ഉത്തരവാദിത്തമാണ്. എന്തായാലും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം ആരോപണ വിധേയരായി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെല്ലാവരും അവരുടെ ഭാഗം തെളിവുകൾ സഹിതം അന്വേഷണ ഏജൻസികളെയും കോടതികളെയും ബോധിപ്പിച്ചിട്ടാണ് ഈ കേസിൽ നിന്ന് പുറത്തു വരേണ്ടത്. അതല്ലാതെ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തിയിട്ടല്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ വിധിയിലുണ്ട്. എന്തായാലും നീതിയുടെയും നിയമത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട്
പൊതുജനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിൽ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ, അതിലെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ നീതിയുക്തമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചുകൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണം തുടർന്നു പോകാനായിട്ടുള്ള ക്ലിയർ ലൈസൻസ് നൽകിയിരിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജസ്റ്റിസുമാർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.